ഹലോ കൂട്ടുകാരെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ്. ഞാൻ ലക്ഷ്മിയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ പതിവ് പോലെ തന്നെ ഒരു ഫ്രീ പ്ലാന്റ്സും പിന്നെ 10 രൂപ മുതൽ തുടങ്ങുന്ന ചെടികളും ഒക്കെ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഗാർഡനിൽ നേരത്തെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗാർഡനെയും പൂച്ചെടികൾ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സെയിൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ട് എത്ര മാസമായി? ഒരു 3 മാസമായി കാണല്ലേ. അപ്പോൾ അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനും പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് ഇലച്ചെടികളോടായിരുന്നു കൂടുതൽ ഭ്രമം. ഇപ്പോൾ പൂക്കളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഈ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് പൂച്ചെടികളെയൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു പൂവൊക്കെ ഇങ്ങനെ വിടർന്ന് വരുമ്പോൾ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. ഇപ്പോഴാണ് പൂക്കളോടുള്ള സന്തോഷം ശരിക്കും അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പൂക്കളൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല, ഇലച്ചെടികൾ വെച്ച് തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെടികൾ വെച്ച് തുടങ്ങുക. 3 മാസം കൊണ്ട് എനിക്ക് ഇത്രയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ചെമ്പരത്തിയുടെ മുട്ടൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പോൾ എന്തോ വിഷമമാണെന്നറിയാമോ, ഇത് പൊഴിഞ്ഞൊന്ന് കിടക്കുന്ന കാണുന്ന തന്നെ. അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടാണ് ചെമ്പരത്തിയുടെ മുട്ടകളൊക്കെ അങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ DTDC വഴി സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാൻസുകൾ അയക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുക. ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം. അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് എല്ലാം വാട്സപ്പിൽ എഴുതിയിടുക. അപ്പോൾ ഞാൻ കൊറിയർ ചാർജ് എത്രയാണ് നിങ്ങളോട് പറഞ്ഞു തരാം. സ്പീഡ് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ DTDC വഴിയാണ് അയക്കുന്നത്. അപ്പോൾ പ്ലാൻസ് അയക്കുന്നതിന് തലേദിവസം നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളോട് എന്നോടും ഒന്ന് പറയുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റായിട്ട് വരുന്നത് നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ വയലറ്റ് തെറ്റിയാണ് കേട്ടോ. ഈ കളറിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കും. ഈ വയലറ്റ് തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ്. ഒരു പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ് വേറെ സൈസിലായിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തൈകളൊക്കെ ഉണ്ടായിട്ട് ബുഷായിട്ട് വരും കേട്ടോ. ലോ കെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തായിട്ട് നമ്മുടെ ഫിലാഡെൻഡ്രോൺ ലൈം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് കുറേ അധികം പ്ലാന്റ്സുകളുണ്ട്. ഇതിനകത്ത് ഒറ്റ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 5-6 ഇല്ലേ, അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് 20 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ഫ്ലൂറസൻ കളറിലൊക്കെ വരുന്ന നമുക്ക് ലോ ലൈറ്റിൽ വളർത്തുന്ന നല്ല ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്രിപ്റ്റാന്തസ് ആണ്. ക്രിപ്റ്റാന്തസിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിനും അധികം ലൈറ്റിൻ്റെ ആവശ്യമില്ല. അടുത്ത നമ്മളുടെ ഫിലാഡെൻഡ്രോൺ സാനഡു എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചതിൻ്റെ ഇത് മച്ചുവേർഡായിട്ട് വലുതായിട്ട് വരുമ്പോൾ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാന്റ് കാണിച്ചത്. ഇതൊക്കെ എൻ്റെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഈ സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ആദ്യം കാണിച്ചില്ല, വലുതാകും തോറുമാണ് ആ ഇലകളിലെ വേരിയേഷൻസ് ഒക്കെ വരുന്നത്, ആ ഒരു പാറ്റേൺ വരുന്നത്. അടുത്തത് ഫിലാഡെൻഡ്രോൺ മൂൺലൈറ്റ് ആണ്. അപ്പോൾ ഇതും വലിയ പ്ലാന്റ് ഇതങ്ങനെയാണ്. ചെറിയ പ്ലാന്റ് ഈ ഒരു സൈസിലായിരുന്നു വരുന്നത്. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 1-2 തൈകൾ പോലെയുള്ള ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി വരുന്ന അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇതൊക്കെ എൻ്റെ ആകെ 1-2 പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇൻഡോർ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബേർഡാണ്, ഡെവിൾസ് ബാക്ക് ബോൺ. എന്തുകൊണ്ടോ ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറയപ്പെടുന്നു. കണ്ടിന്യൂ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു ചെടി അതിൻ്റെ നട്ടൽ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ബിഗിനേഴ്സ് എല്ലാം കുറേ ഇങ്ങനെ അധികം ഉള്ള ചെടികളൊക്കെ വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ചെടികളൊക്കെ ഉണ്ടായി വരും. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ചെടികൾ ഞാനും അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് കേട്ടോ. ആദ്യം കുഞ്ഞു ചെടികളൊക്കെ വെച്ച് ഇപ്പോൾ ഒരു 14-15 വർഷമായി ഞാൻ ഇവിടെ എൻ്റെ ഗാർഡൻ ഇങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. അടുത്ത നമ്മളുടെ മയൂരി പ്ലാന്റ്സ് ആണ്. മയൂരി പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് 200 രൂപ റേറ്റും ചെറിയ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. മയൂരി അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ അസ്പരാഗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ്, ഈ ലീഫിന് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യം ഈ പ്ലാന്റിന് ഇല്ല. ഈ നെക്സ്റ്റ് പ്ലാന്റായിട്ട് നമ്മളുടെ വരുന്നത് എല്ലാ വീഡിയോസിലും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കിളിർത്ത് വരുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസിൽ ഇടുന്നത്. അപ്പോൾ ഇത് 20 രൂപ റേറ്റാണ് വരുന്നത്. പെപ്പറോമിയ കേട്ടോ. ലോ കെയർ ആണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. എപ്പോൾ നോക്കിയാലും ഈ ഒരു ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്ന ചെടിയാണ് പെപ്പറോമിയ. ഇതിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തായിട്ട് നമ്മളുടെ വരുന്നത് നമ്മളുടെ CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് ഈ സെയിം സൈസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഈ പ്രാവശ്യം ഞാൻ കുറേ അധികം ഇൻഡോർ പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ അധികം ആൾക്കാരെ എന്നോട് ചേച്ചി ഇൻഡോർ പ്ലാന്റ്സുകളുടെ മാത്രം ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് ഇട്ട് വരുന്നത്.
അപ്പോൾ അത് കാരണമാണ് എനിക്ക് എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എങ്കിലും ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചാക്കി. അപ്പം ഇൻഡോർ വേണ്ടുന്നവർ ഇൻഡോർ പറയാം, ഔട്ട്ഡോർ വേണ്ടുന്നവർ ഔട്ട്ഡോർ പറയാം. ഈ ബാമ്പു ഒക്കെ ആണെങ്കിൽ സമ്മറൊക്കെ ആയതുകൊണ്ട് നല്ല പൊതയൊക്കെ ഇട്ട് കൊടുത്ത് വേണം വളർത്താനേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ കാക്ടസ്. ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്ത ഒരു പ്ലാന്റാണ് ഈ കാക്ടസുകൾ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറച്ചധികം കാക്ടസുകളുടെയും സക്കുലൻറ്റിൻ്റെയും വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സുകൾ ഞാൻ അപ്പോൾ കുറഞ്ഞ റേറ്റിൽ എല്ലാവർക്കും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുകയാണ്. കുറേ അധികം ഈ പ്ലാന്റ്സൊക്കെ കുറേ അധികം ഉണ്ട്. ചില പ്ലാന്റ്സുകളൊക്കെ എണ്ണം കുറവായിരിക്കും. കാക്ടസുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണലാരണ്യത്തിലൊക്കെ വളരുന്നതാണ് എന്ന് പറഞ്ഞാലും നമ്മളുടെ ഇവിടുത്തെ വെയിലിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടുത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് ഒരുമാതിരി അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ ഈ ചെടികൾക്ക് കിട്ടുകയുള്ളേ. അല്ലെങ്കിൽ ഒരുമാതിരി പഴുത്ത പോലെ ഇരിക്കുക ഇലകൾ. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ കുറേ അധികം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിടുക. പിന്നെ വെള്ളം ഞാൻ എന്നും വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് കാക്ടസിന് എന്നും വെള്ളം കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ എന്നും വെള്ളം കൊടുക്കാറുണ്ട്. എൻ്റെ ഇതുവരെയും ചീഞ്ഞ് മോശമായി ഒന്നും പോയിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് വരുന്ന പ്ലാന്റ്സാണ് നമ്മളുടെ നിയോൺ പോത്തോസ്. നിയോൺ പോത്തിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ്. നല്ല ബുഷായിട്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഞാൻ വീട്ടിൽ തന്നെയുള്ള പ്ലാന്റ്സുകളുടെയൊക്കെ സ്റ്റോക്കുകൾ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളുടെ നോർമൽ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇൻഡോറിലൊക്കെ വളർത്താൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് ചിലപ്പം ഞാൻ വീഡിയോ എടുത്ത പ്ലാന്റിൻ്റെ പുഴു കടിച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത് പുഴു കടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് പുഴു കടിക്കാത്ത തരാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് നിയോൺ പോത്തോസ് 40 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഒരു സെറാമിക് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താലുണ്ടല്ലോ ഭയങ്കര ലുക്കായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ വളരത്തുള്ളൂ. ഇത് ജിഫി ബാഗിൽ വന്നതാണ്. പിന്നെ ഞാനത് പോട്ടിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ജെയ്ഡ് പ്ലാന്റാണ്. ജെയ്ഡ് പ്ലാന്റിന് നമുക്ക് വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഈ സെയിം സൈസ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 70 അപ്പോൾ ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് 40 രൂപയാണ്. ഇത് നമ്മളുടെ സാൻസോവേരിയയുടെ മൂൺഷൈൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കുഞ്ഞ് മിനിയേച്ചറല്ല ബേബി പ്ലാന്റുകൾക്ക് ഈ ഒരു വൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മൂൺഷൈൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. മച്യൂർഡ് ആവുന്നതന്നെ ഇലകൾക്ക് ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ ഇതിന് നമുക്ക് ഈ പ്രാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വരുന്നത് കലാത്തിയ പ്ലാന്റ്സുകളാണ്. കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് ഈ പറയുന്നത് 10 രൂപ. ഒരു പ്ലാന്റ് പറഞ്ഞാൽ കുഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മേടിച്ച് വയ്ക്കുക കേട്ടോ. അടുത്ത് നമ്മളുടെ ഈ സാൻസോവേരിയാണ്. അപ്പോൾ കുറേ അധികം ആൾക്കാർ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഭയങ്കര ഭംഗിയാണ് അല്ലേ. അടുത്തതും ഒരു സാൻസോവേരിയ വെറൈറ്റി തന്നെയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ പ്ലാന്റ്സുകളെല്ലാം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റോക്കുകൾ കുറവായിരിക്കും. ചില പ്ലാന്റ്സുകളൊക്കെ ഞാൻ വലിയ പ്ലാന്റ്സുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഭംഗി അറിയുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ പാമിന് നമുക്ക് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റ് അല്ല, ഇത് അതിൻ്റെ വലിയ പ്ലാന്റാണ്. 4 വർഷമായ ചെടിയാണ് കേട്ടോ. 2 എണ്ണം വെച്ച് കൊടുത്താണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം വെച്ച് കൊടുത്ത് കഴിഞ്ഞാലാണ് കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് നമുക്ക് വരുന്നത് 60 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഇൻഡോറൊക്കെ അടിപൊളിയാക്കാൻ പറ്റിയ വലിയ ടൈപ്പിലുള്ള ചൈന ഡോളാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 180 രൂപയാണ്. ഇതിൻ്റെ ചെറിയ സൈസ് നമ്മളുടെ നേരത്തെ നോർമലി ഉണ്ടായിരുന്ന സൈസ് അറിയാമല്ലോ, അതും നമ്മളുടെ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നല്ല 2 സ്റ്റെമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ റബ്ബർ പ്ലാന്റ് ആണ്. ഇതും ഇൻഡോറിന് നല്ല സ്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നതിന് ഒട്ടും ലൈറ്റ് വേണ്ട എന്നല്ല അർത്ഥം കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകളാണെങ്കിലും അതിനൊരു ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമാണ്. ഈ ഫോട്ടോസിന്തസിസ് എന്ന പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം. അപ്പോൾ ഇത് സെല്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതിനകത്ത് 3 തണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ എടുത്തപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. 3 തണ്ടൊക്കെ ഉണ്ട്. 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഫിഗ് പ്ലാന്റും ഈ പ്രാവശ്യം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫിഗും ഇൻഡോറിന് പറ്റിയ സ്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അടുത്ത പ്ലാന്റായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഈ ഷഫ്ലോറയാണ്. ഷഫ്ലോറയ്ക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്ത് നമ്മളുടെ മിൽക്കി ബാമ്പു ആണ്. മിൽക്കി ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. നല്ല പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആണ്. ലോ കെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ മിൽക്കി ബാമ്പു കേട്ടോ. ഭയങ്കര രസമല്ലേ ഇതിൻ്റെ കളറൊക്കെ കാണാൻ. ഇനി മിൽക്കി ഡോട്ട് ബാമ്പു എന്ന് പറയുന്ന ഈ പ്ലാന്റും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ലോ കെയർ ആയതുകൊണ്ടാണ് കേട്ടോ.
നമ്മളുടെ സാധാ ഒരു ഇൻഡോർ പ്ലാന്റുകൾ പോലെയുള്ള ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ മിൽക്കി ഡോട്ട് ബാമ്പ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ലുക്കായിരിക്കും. അടുത്തായിട്ട് നമ്മളുടെ വരുന്നത് ഒരു ഫൈക്കസ് വെറൈറ്റിയാണ്. സ്റ്റാർലൈറ്റ് ഫൈക്കസ് എന്നറിയപ്പെടും. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 170 രൂപയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നും ഈ പ്ലാന്റ്സിനും ഇല്ല കേട്ടോ. ഒരു ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. രാവിലത്തേക്ക് ലൈറ്റ് ഒന്ന് തട്ടുന്ന പോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഈ പ്ലാന്റ് കാണാൻ. അപ്പോൾ ഫൈക്കസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 170 രൂപയാണ്. ഇനി ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഒന്ന് നോക്കിയേ. പൂച്ചെടികളെ വെല്ലുന്ന കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് അല്ലേ. അപ്പോൾ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ക്രോട്ടൻ്റെ 7 വെറൈറ്റീസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ക്രോട്ടണിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഒരുപാട് പേര് 7 ക്രോട്ടൺ മാത്രമായിട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ക്രോട്ടൺ പ്ലാന്റ്സൊക്കെ ഭയങ്കര ആവശ്യക്കാരാണ്, ഒരുപാട് പേര് വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് യെല്ലോ ക്രോട്ടൺ ആണ്. ഈ യെല്ലോ ക്രോട്ടണ് നമുക്ക് റേറ്റ് വരുന്നത് മുമ്പേ കാണിച്ചതിൻ്റെ സെയിം സൈസ് തന്നെയുള്ള യെല്ലോ ക്രോട്ടൺ ആണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ബോർഡർ ഗ്രാസ് ആണ്. ബോർഡർ ഗ്രാസിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പോട്ടിന് ഒരു 20 രൂപയുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ കുറേ അധികം വീഡിയോസ് ഞാൻ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മളുടെ സ്നോ റോസും ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ സ്നോ റോസിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. കുറ്റിച്ചെടി പോലെ നിൽക്കും. നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനും വെട്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് നിൽക്കും കേട്ടോ. നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ദുരാന്ത പ്ലാന്റ്സ് ആണ്. ദുരാന്ത പ്ലാന്റ്സുകളുടെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുപോലെ നല്ല ലൈഫുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ വർഷത്തേക്ക് എനിക്കൊന്ന് ലൈഫ് മുഴുവൻ അത് നിൽക്കും. അതുപോലെയുള്ളൊരു പ്ലാന്റാണ് ഈ ദുരാന്ത പ്ലാന്റ്സ്. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. നെക്സ്റ്റ് നമ്മളുടെ ഈ സൈസിലുള്ള ഗോൾഡൻ അരേലിയ പ്ലാന്റ്സുകളാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ മഞ്ഞ കളറ് കാണുകയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പച്ച കളർ നിൽക്കും. അപ്പം ഈ ഒരു നമ്മൾ വെട്ടി കൊടുത്തില്ലെങ്കിൽ പോയി ബോൾ ഷേപ്പ് നിൽക്കും. അതുകൊണ്ടാണ് ബോൾ അരേലിയ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തതാണ് നമ്മളുടെ മിനിയേച്ചർ പാല. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മൾക്ക് ഇതും പറഞ്ഞ പോലെ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അടുത്തത് ഫർക്കേറിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ലോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴോ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കുറേ വലുപ്പത്തിൽ വരുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇനി അക്കാലിഫയാണ്. അക്കാലിഫയ്ക്ക് റേറ്റ് വരുന്നത് കോപ്പർ ലീഫ് പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഒരു ചെടിയെ തന്നെ 2-3 കളറിൽ നിൽക്കും. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അടുത്ത നമ്മളുടെ ഒരു ക്രോട്ടൺ വെറൈറ്റി തന്നെയാണ്. നമ്മളുടെ ബേർഡ് ക്രോട്ടൺ ആണ്. ബേർഡ് ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ക്രോട്ടൺ എല്ലാ വെറൈറ്റീസിനും നല്ല ലൈറ്റ് വേണം. നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ നല്ല കളറൊക്കെ എടുത്തെടുത്ത് വരികയുള്ളൂ, അല്ലെങ്കിൽ കളറിൻ്റെ ഷെയ്ഡുകൾക്ക് വ്യത്യാസം കാണും കേട്ടോ. അടുത്താണ് നമ്മളുടെ ടൈഗർ ക്രോട്ടണും റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് ചെടികൾ കൊടുത്തിട്ടുള്ളതാണ്. വീണ്ടും ഒരു ക്രോട്ടൺ മാത്രമായിട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ക്രോട്ടൺ ആണെങ്കിൽ ലോ കെയർ ആണ്, അത് കാരണം ഒരുപാട് ആളുകൾ വാങ്ങുന്ന ഒരു ചെടിയാണ്. അടുത്തതും ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. 7 ക്രോട്ടൺ വെറൈറ്റീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്രോട്ടൺ മാത്രം വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 7 വെറൈറ്റീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നാരോ ലീഫ് ക്രോട്ടൺ ആണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്ത ക്രോട്ടണിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് നാരോ ക്രോട്ടൺ ആണ്. 40 രൂപ റേറ്റ് ആണെങ്കിൽ ബുഷായി വരും കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ റെഡ് കളറ് എടുത്തെടുത്ത് വരികയുള്ളൂ, അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് കൂടി വരും. അടുത്തതായിട്ട് നമ്മളുടെ വരുന്ന പ്ലാന്റ് 10 മണിച്ചെടിയുടെ പിങ്ക്, വൈറ്റ്, യെല്ലോ 3 കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് നമ്മളുടെ ലോറ പെറ്റാലമാണ്. ലോറ പെറ്റാലത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. നല്ല പിങ്ക് പൂ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ലോറ പെറ്റാലം. ലീഫിലും കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, പിങ്ക് ഷെയ്ഡ് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കൊടുത്ത് നല്ല ബുഷൊക്കെ ആക്കി നിർത്തി ചട്ടിയിൽ വളർത്താവുന്ന ചെടികളാണ് ഈ ലോറ പെറ്റാലം ഒക്കെ. അപ്പോൾ ഇതെല്ലാം പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു ചെടിയാണ് നമ്മളുടെ ഫിംഗർ അരേലിയ.
ഫിംഗർ അരേലിയ ഈ ഒരു പ്രാവശ്യത്തോടു കൂടി ഫിംഗർ അരേലിയ അവസാനിക്കുകയാണ്. ഫിംഗർ അരേലിയ ഞാൻ ഒരുപാട് നാളായിട്ട് കൊടുക്കുന്ന ഒരു ചെടിയാണ്. ഇനി ഇത് നമ്മൾ പ്ലാന്റ്സ് തരുന്നവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടെ ഫിംഗർ അരേലിയ കാണുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് വരും 40 രൂപയാണ്. അടുത്ത് നമ്മളുടെ പിങ്ക് തെച്ചിയാണ്. പിങ്ക് തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. പിങ്ക്, വൈറ്റ്, യെല്ലോ, റെഡ് ഒക്കെ ഇതുപോലത്തെ കുറ്റിത്തെറ്റികൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മളുടെ പൻഡാനസാണ്. പൻഡാനസിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ തെറ്റി വേണ്ടുന്നവർ എന്നോട് പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത് നമ്മളുടെ കട്ടൺ പ്ലാന്റുകളാണ്. കട്ടൺ പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. നമ്മളുടെ ഏരിയയൊക്കെ ഇങ്ങനെ കട്ടൺ പോലെ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. ലോ കെയർ ആണ്. അടുത്ത നമ്മളുടെ നല്ല മണമുള്ള ഒരു ചെടിയിൽ തന്നെ 3 കളറുള്ള യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇരിക്കുന്നത് ഈ കിളിക്കൂടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ചെടി എടുക്കുന്നതുകൊണ്ടാണ് ഇത് ഡബ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കിളികളുടെ സൗണ്ട് ആയിരിക്കും എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ. അടുത്ത് നമ്മളുടെ നല്ല ഭംഗിയുള്ള മരമുല്ലയാണ്. മരമുല്ലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി പൂത്തിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വെക്കേണ്ട ഒരു ചെടിയാണ് ഈ മരമുല്ല കേട്ടോ. അടുത്തത് നമ്മളുടെ കുറ്റിത്തെറ്റിയിലെ റെഡാണ്. റെഡിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലോ നമ്മളുടെ ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ആൾട്ടർനാന്ത്ര എന്നറിയപ്പെടുന്ന ഈ ചീരുഭാഗത്തുള്ള ചെടികൾ ലോ കെയർ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. അത് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അടുത്തത് നമ്മളുടെ റെഡ് പാമാണ്. റെഡ് പാമിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റെഡ് പാമിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. ഇത് വലുതാകുമ്പോഴേ ഇതിൻ്റെ റെഡ് കളർ തണ്ടി വരത്തുള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ ഗ്രീൻ കളറാണ് കേട്ടോ. വലുതാവും തോറും റെഡായിട്ട് വരുവേ. അടുത്തത് നമ്മളുടെ നീഡി ഗ്രാസ് ആണ്. നീഡി ഗ്രാസിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇതൊക്കെ നമ്മളെല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. അടുത്ത് നമ്മളുടെ APC ആണ്. APCക്ക് വെറും 10 രൂപ റേറ്റേ ഉള്ളൂ. അടുത്ത നമ്മളുടെ ട്രൈ കളർ എക്സിക്യോറിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ബാൽക്കണിയിലൊക്കെ വേണേൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പിന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നമ്മളൊരു മലയാളിയാണെങ്കിലോ ആരാണെങ്കിലും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് മുല്ല ഇല്ലേ. അപ്പോൾ മുല്ലയുടെ കുറ്റിയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഒരുപാട് പേരിനോട് കഴിഞ്ഞ വർഷം മുല്ലയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കുഫിയ പ്ലാന്റുകളാണ്. കുഫിയയുടെ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നോക്കി എത്ര വലിയ പ്ലാന്റ് ആണെന്ന് നോക്കിയാൽ. ഇത് 40 രൂപയ്ക്ക് ഭയങ്കര വർത്തിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപ. ഇതിൻ്റെ പല കളർ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതേ ഉള്ളൂ. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് നല്ലതാണ്. ലോ കെയറുമാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ വൈറ്റ് യുജീനിയ ആണ്. വൈറ്റ് യുജീനിയ മുകൾ ഭാഗം മുഴുവൻ ചുമന്ന് ഇലകളായിട്ടിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ട്രൈ കളറിൽ വരുന്ന റിയോ പ്ലാന്റ്സ് ആണ്. റിയോ പ്ലാന്റ്സിന് ഈ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു തെച്ചിയാണ്. തെച്ചികളുടെ നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു തെച്ചിയാണ് കേട്ടോ. നിറയെ ബുഷായിട്ട് വരുന്ന ഒരു തെച്ചിയാണ്. അടുത്തത് നമ്മളുടെ ടെക്കോമ 2 വെറൈറ്റീസ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുണ്ട്. ടെക്കോമയ്ക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ നോർമൽ യെല്ലോ ഷെയ്ഡും രണ്ടിനും നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നിറയെ പൂത്ത് കിടക്കുന്ന ഒരു വെറൈറ്റീസാണ് ഈ ടെക്കോമ എന്ന് പറയുന്ന പ്ലാന്റ്സുകൾ. ലോ കെയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കളർ വെറൈറ്റീസാണ്. നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത തെച്ചിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇങ്ങനെ നിറയെ ഇങ്ങനെ ഇങ്ങനെ സൂചി പോലെ നിൽക്കുന്ന പോലെ തട്ടുള്ള ഒരു ടൈപ്പിൽ. അത് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത നമ്മളുടെ റോസിഡയാണ്. റോസിഡയുടെ വലിയ പ്ലാന്റാണ് യെല്ലോ പ്ലാന്റ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. റോസിഡയുടെ വലിയ പ്ലാന്റാണ്. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വലിയ പ്ലാന്റാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത നമ്മളുടെ ഒരു തെച്ചിയാണ്. നമ്മളുടെ ഒരു പിങ്കും അല്ല, എന്തോ ഒരു നല്ല പീച്ച് കളറിൽ വരും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറോട് കൂടിയ ഈ തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ റെയർ കളറല്ലേ. ഇതൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ യെല്ലോയ്ക്ക് നമുക്ക് വരുന്നത് 80 രൂപയായിരുന്നു. അടുത്തതായി നമ്മളുടെ ഈ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 2 കോളിയേഴ്സിൻ്റെ വെറൈറ്റീസാണ്. അപ്പോൾ ഞാൻ അത് വേണ്ടുന്നവർ എന്നോട് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.